ഇന്നത്തെ വീഡിയോ എല്ലാ ഗേൾസിനും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താന്ന് വെച്ചാൽ കണ്ണെഴുതലാണ്. എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് കാജലൊന്നല്ല യൂസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഈ ഒരു ലാക്മേയുടെ ലിക്വിഡ് ലൈനർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ഞാൻ എഴുതാൻ പോകുന്നതെന്ന് വെച്ചാല് ഇങ്ങനെ കുറച്ചൊരു വലിപ്പം കുറഞ്ഞ കണ്ണൊക്കെ ഉള്ളവരാണെങ്കിലും കുറച്ച് വലിപ്പം തോന്നിക്കുന്ന രീതിയിലാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഏത് വെച്ചിട്ടാണ്, ഇപ്പൊ ഞാനിവിടെ ലാക്മേയുടെ ലിക്വിഡ് ലൈനർ ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ നമ്മൾ എടുത്തു വെക്കേണ്ട ഒരു സാധനമാണ് ഇയർബഡ്സ്. ഇത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ എഴുതുമ്പോൾ കുറച്ചൊക്കെ മുകളിലോട്ടോ താഴോട്ടൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ബഡ്സ് വെച്ചിട്ട് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇവിടെ 2 ബഡ്സും എന്റെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു കോർണറിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രഷിൽ നമ്മൾ ഈ ഒരു ഐലൈനറിന്റെ ലിക്വിഡ് ഒരുപാട് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും കുറച്ചൊരു ഷാർപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇതിന്റെ സൈഡിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ അധികം കിട്ടാതെ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു കോർണറിൽ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ മൊത്തം നമുക്ക് പിന്നെ ആ ഒരു ഷേപ്പേ നമുക്ക് കിട്ടില്ല. അപ്പൊ ഇവിടുന്ന് ജസ്റ്റ് ഈ ഒരു രീതിയിൽ തുടങ്ങാം. അപ്പൊ ഇത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കണ്ണ് കുറച്ച് വലിപ്പം തോന്നിക്കുന്ന രീതിയിലാണല്ലോ നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ എപ്പോഴും മുകളിൽ എഴുതുന്ന സമയത്ത് ഒരിക്കലും ഒരുപാട് നമ്മുടെ വാട്ടർ ലൈനിൽ നിന്ന് ഒരുപാട് മുകളിലേക്കായിട്ട് എഴുതരുത്. അപ്പൊ നമ്മുടെ കണ്ണ് കുറച്ചും കൂടി ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പൊ ഈ വാട്ടർ ലൈനിന് കുറച്ചിങ്ങനെ അടുപ്പിച്ചിട്ട് മാത്രം മോൾ ഭാഗത്ത് എഴുതാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു നമ്മുടെ ലാസ്റ്റ് പോർഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ കണ്ണ് നന്നായിട്ടൊന്ന് അടച്ചു പിടിക്കുക. എന്നിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ് ഏത് രീതിയിലാണ് പോകുന്നതെന്നൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇതിന് നമ്മളെപ്പോഴും ഒരു കോർണർ നമ്മളെപ്പോഴും കൊടുക്കണം. അപ്പൊ മുകളിൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോർണറിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മാത്രം ലിക്വിഡ് എടുക്കുക. എന്നിട്ട് കോർണർ ഒന്ന് നമ്മൾ ആ ഐൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് നമുക്ക് കൊടുക്കണം. ഈ താഴെന്നും കോർണർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ കോർണർ കഴിഞ്ഞാൽ പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ വാട്ടർ ലൈനിൽ ഒന്ന് ലൈറ്റായിട്ടൊന്ന് എഴുതി കൊടുക്കണം. വാട്ടർ ലൈൻ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ എഴുതരുത്. നമ്മുടെ ഈ ഒരു ഐലാഷസ് ഉണ്ടല്ലോ, ഐലാഷസിന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുക.
ഈ കോർണർ വരെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ്. അപ്പൊ ഈ ലിക്വിഡ് ലൈനർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് അടക്കരുത്, കുറച്ചൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അടക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മളിനി ഈ ഐലാഷിൻ്റെ അടിയിലേക്ക് കൂടിയാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ കോർണറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഈ കോർണറിൽ ഇങ്ങനെ നമ്മൾ വലിച്ചു പിടിക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചൊരു സ്പേസ് ഉണ്ടാവും. അത് ഈ ഒരു ലൈനർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഈ ഒരു അടിഭാഗത്തൊക്കെ എഴുതിയിട്ട് ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കട്ടിയിൽ വേണമെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി കട്ടി കൂട്ടാൻ പറ്റും. പക്ഷെങ്കിൽ എനിക്ക് ഇത്ര മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഇത്ര വരെ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ നേരത്തെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അത് ചിലപ്പോൾ ജോയിൻ്റ് ആയി എന്ന് വരില്ല. അപ്പം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കണ്ണ് കുറച്ച് പൂട്ടിയിട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെത് ഇവിടെ ഓൾറെഡി കണക്ട് ആയിട്ടുണ്ട്. അപ്പം ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് ലെങ്ത് വേണമെന്നാണെങ്കിൽ കുറച്ചും കൂടി നീട്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ കണ്ണെഴുതിയിട്ട് ഇവിടെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ലൈനർ വെച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ അതുകൊണ്ടുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു ഉപയോഗം എന്താ വെച്ചാൽ, നമ്മൾ എഴുതുമ്പോൾ തന്നെ ഈ ഐലാഷിനൊക്കെ കുറച്ചൊരു ഈ ലൈനർ ലിക്വിഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടി ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാനതുകൊണ്ട് മസ്കാര യൂസ് ചെയ്യാറില്ല, ഇതിനോണ്ട് തന്നെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കാറാണ്. അപ്പോൾ നമ്മുടെ ഐലാഷസും ഒന്ന് എടുത്ത് നിൽക്കും. കണ്ടോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ കണ്ണെഴുതൽ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കോർണറും ഇവിടെ നന്നായിട്ട് ജോയിൻ ചെയ്ത് ആ ഒരു നമ്മുടെ ഐൻ്റെ ഷേപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ നല്ല ഷാർപ്പായിട്ട് തന്നെ എൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ ഇനിയും എഴുതാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ്. അപ്പോൾ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വാട്ടർ ലൈൻ ഇവിടെ ഫുള്ളായിട്ട് ഫില്ലാക്കിയിട്ടില്ല ഞാൻ. ഇത് നിങ്ങൾ എത്രമാത്രം വാട്ടർ ലൈൻ കുറച്ചും കൂടി താഴോട്ട് പോകുന്നോ അതിനനുസരിച്ചിട്ട് നമ്മളെ കണ്ണ് കുറച്ചും കൂടി വലുതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഒരുപാട് വാട്ടർ ലൈൻ മൊത്തമായിട്ട് ഫില്ല് ചെയ്തിട്ട് എഴുതാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതലും ഈ ഐലാഷിൻ്റെ ആ ഒരു ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ 2 കണ്ണും എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.